ഗുഡ് മോർണിംഗ്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്ലസ് ടുവിലത്തെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സൊല്യൂഷൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻസ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണില്ല, വെള്ളം പോലെയാണ് അതിരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടോ മൂന്നോ കമ്പോണൻസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്താലും ഒരേപോലെയാണ് കാണുക, സെപ്പറേറ്റ് ചെയ്ത് അവരെ കാണില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻസ്, ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടാവാം, അല്ല രണ്ടിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടാവാം. പക്ഷെ നമുക്ക് പ്ലസ് ടു ലെവലിൽ നിങ്ങൾക്ക് ബൈനറി സൊല്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ബൈനറി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു സൊല്യൂഷൻ്റെ രണ്ട് കമ്പോണൻസിൽ ഒന്ന് വളരെ ചെറിയ അളവായിരിക്കും. ആ ചെറിയ അളവുള്ളതിനെ നമ്മൾ സൊല്യൂട്ട് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ ഉപ്പാണ് അവിടെ സൊല്യൂട്ട്, സോഡിയം ക്ലോറൈഡ് അതാണ് സൊല്യൂട്ട്. എന്നാൽ ലാർജ് എമൗണ്ട് ഉള്ളത് ഏതാ? വാട്ടറിന് നമ്മൾ പറയുക സോൾവെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ ബൈനറി സൊല്യൂഷൻസിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ടു കമ്പോണൻസ്. കുറവുള്ള കമ്പോണൻറ്റ് ലെസ് എമൗണ്ട് ഉള്ളത് സൊല്യൂട്ടും, ലാർജ് എക്സസ് ഉള്ളത് സോൾവെൻറ്റും. ഇത് കണ്ട, ദ component which is present in large excess is called solvent. The component which is present in small amount is called solute. വളരെ കുറച്ച് അളവുള്ളതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും, ലാർജ് എമൗണ്ട് ഉള്ളതിനെ സോൾവെൻറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇൻ NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ഉപ്പുവെള്ളം, അതിൽ NaCl ആണ് സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻറ്റ്. ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻ ഓൺലി ടു കമ്പോണൻസ് ഇറ്റ് ഈസ് കോൾഡ് ബൈനറി സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസേ ഉള്ളുവെങ്കിൽ നമ്മൾ അതിനെ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പ്ലസ് ടു ലെവലിലൊക്കെ ബൈനറി സൊല്യൂഷൻസേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കത് അതിൻ്റെ ഡിഫറൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സൊല്യൂഷൻ എന്താണ്, സൊല്യൂട്ട് എന്താണ്, സോൾവെൻറ്റ് എന്താണ്. കുറവുള്ളത് സൊല്യൂട്ടും കൂടുതലുള്ളത് സോൾവെൻറ്റും. ഓക്കെ, ഇനി സൊല്യൂഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ സ്റ്റേറ്റ് സൊല്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാമെന്ന് മാത്രം. സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് എപ്പോഴും സോളിഡ് ആയിരിക്കും. കണ്ട, അതായത് ലാർജ് എക്സസ് ഉള്ളത് സോളിഡ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് എപ്പോഴും ലിക്വിഡ് ആയിരിക്കും. കണ്ട, സോൾവെൻ്റ് ലിക്വിഡ്, സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആവാം. ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആവാം. ഇനി അതിനെ നമുക്ക് ഇപ്പോൾ സോളിഡ് സൊല്യൂഷൻ തന്നെ നമ്മളിപ്പോൾ 3 ടൈപ്പ് സൊല്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് 3 എണ്ണം വരും. കണ്ട, സോളിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, ഗ്യാസ് ഇൻ സോളിഡ്. അപ്പോൾ സോളിഡാണ് ഇവിടെ സോൾവെൻറ്റ്, ഇത് 3ഉം സൊല്യൂട്ട്. ഇനി അതേപോലെ തന്നെ ലിക്വിഡ് 3 ടൈപ്പ് എഴുതാം. സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് വരും. ഇതിൽ 2 എണ്ണം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ലിക്വിഡ് ഇൻ ലിക്വിഡും ഗ്യാസ് ഇൻ ലിക്വിഡും. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന സൊല്യൂഷൻസ് കൂടുതലും ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ലിക്വിഡ് ബൈനറി സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി 3rd ടൈപ്പ് ഗേഷ്യസ് സൊല്യൂഷൻസും 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ഗ്യാസ്. അപ്പോൾ സോൾവെൻ്റ് ഏതാണോ ആ പേരിലാണ് ആ സൊല്യൂഷൻ അറിയപ്പെടുക. സൊല്യൂട്ട് ഈ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, 3 ടൈപ്പ് സൊല്യൂഷൻസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് കോൺസെൻട്രേഷൻ ടേംസ് ആണ്. എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻസ് എങ്ങനെയാണ് നമ്മൾ പറയുക? ഇതിൽ കുറച്ചൊക്കെ നമ്മൾ പ്ലസ് 1 ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞിട്ട് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, അതൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം.
ഫസ്റ്റ് വൺ നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറയും. ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിക്ക് തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ല, അളവിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. അങ്ങനെ ലാർജ് എമൗണ്ട് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ടാണ്, ക്വാണ്ടിറ്റിക്ക് തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 2 ടൈപ്പ് സൊല്യൂഷനാണ്, ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് വെരി സ്മോൾ. അതായത് ഒരു നുള്ളു ഉപ്പെടുത്തിട്ട് നമ്മൾ വലിയൊരു ബക്കറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവല്ലേ, അങ്ങനെ വളരെ സ്മോൾ എമൗണ്ട് സൊല്യൂട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ചേർക്കാമെന്നല്ല അർത്ഥം. അപ്പോൾ സോൾവെൻ്റ് ആയിരിക്കും കൂടുതലുള്ളത്. ഇനി എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? സൊല്യൂട്ടിൻ്റെ അളവ് ഇത്തിരി കൂടുതലായിരിക്കും. കണ്ട, എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ലാർജ്. ഇനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ തന്നെ നമുക്ക് 2 തരത്തിൽ പറയുന്നുണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിനെ കൊണ്ട് നിറഞ്ഞത്, ഇനി കൂടുതൽ സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്യില്ല, അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പിടുക, അത് ഡിസോൾവ് ചെയ്ത് പോകും, പിന്നെ ഇടുക, അങ്ങനെ കുറേ നമ്മൾ ഇട്ടിട്ട് കഴിയുമ്പോൾ അവസാനം നമ്മൾ കുറച്ച് ഉപ്പിടുമ്പോൾ എത്ര ഇളക്കിയാലും അത് ഡിസോൾവ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം ആ വെള്ളത്തിൽ ഉപ്പിനെ കൊണ്ട് സാച്ചുറേറ്റഡ് ആയി. ദ വാട്ടർ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പിന്നെ നമുക്ക് വീണ്ടും സോഡിയം ക്ലോറൈഡ് അതിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുക. സോഡിയം ക്ലോറൈഡിനെ കൊണ്ട് അത് നിറഞ്ഞു വാട്ടർ, അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. അതായത് നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുറച്ച് ഉപ്പിട്ടു, അത് ഡിസോൾവ് ചെയ്തു, അപ്പോൾ ആ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി ഉപ്പിടാം, അപ്പോൾ അത് ഡിസോൾവ് ചെയ്യും, അപ്പോൾ അത് നിറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതായത് ആ സൊല്യൂട്ടിനെ കൊണ്ട് സോൾവെൻറ്റ് നിറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ തന്നെ 2 തരത്തിൽ പറയാം, സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് കോൺസെൻട്രേഷൻ ടേംസ് എക്സ്പ്രസ് ചെയ്യാം. അതിന് പ്രധാനമായിട്ടും 7 എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. മാസ് പെർസെൻറ്റേജ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇതിൽ ഈ 3 ഒഴിച്ച് വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, ഈ 3 ഒഴിച്ച് ബാക്കി 4 നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഈ 4 പറയുള്ളൂ. അതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ +1 പഠിച്ച അതേ പ്രോബ്ലംസ് +2 ചോദിക്കാം. പക്ഷെ നമ്മളത് +2 പഠിപ്പിക്കില്ല, കാരണം +1 പഠിച്ചിട്ടുള്ളതാണ്. ഈ മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി അതൊക്കെ നമ്മൾ +1 പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ടേംസ് ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസാണ് ഈ 7 മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇനി നമുക്ക് ജസ്റ്റ് ഈ 7 ടേംസിൽ ഓരോ കോൺസെൻട്രേഷൻ ടേംസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്. അത് നമ്മളിങ്ങനെ സ്മോൾ ലെറ്റർ W/W വെച്ചിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഇവിടെയൊക്കെ നമ്മൾ ഭാരമാണ് നോക്കുന്നത്, മാസ്. അപ്പോൾ ഒരു സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ആ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100. അതിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഫാക്ടറീസിലാണ്, ഇൻഡസ്ട്രീസിലാണ്. ദിസ് ടേം ഹാസ് മെനി ഇൻഡസ്ട്രിയൽ ആൻഡ് കെമിക്കൽ ആപ്ലിക്കേഷൻ. അതായത് ബ്ലീച്ചിങ് സൊല്യൂഷൻ, അങ്ങനെ ഫാക്ടറിയിൽ ലാർജ് എമൗണ്ട് ഉണ്ടാക്കുന്ന പല സൊല്യൂഷൻസും മാസ് പെർസെൻറ്റേജിലാണ് പറയുക. ഇനി നമ്മുടെ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം വോളിയം പെർസെൻറ്റേജ്. അത് V/V എന്നാണ് റെപ്രസെൻറ്റേറ്റ്. ഇവിടെ വോളിയത്തിനാണ് ഇമ്പോർട്ടൻറ്റ്. വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സൊല്യൂഷൻ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വോളിയം, അതാണ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം ഇൻറ്റു 100. സൊല്യൂഷൻസ് കണ്ടെയ്നിങ് ലിക്വിഡ്സ് ആർ കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് യൂണിറ്റ്സ്. അതായത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് കൂടുതലും ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. അതായത് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യണത് ഈ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് W/V.
എന്താണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. സൊല്യൂട്ടിൻ്റെ മാസാണ് എടുക്കുന്നത്, സൊല്യൂഷൻ്റെ വോളിയാണ് എടുക്കുന്നത് ഇൻറ്റു 100. ഇത് കോമൺലി യൂസ് ചെയ്യണത് മെഡിസിൻസ് ആൻഡ് ഫാർമസീസ്. നമ്മുടെ മരുന്നുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണും, ഈ ടോണിക്കുകളിലൊക്കെ ഇപ്പോൾ 250 ഗ്രാം mg 5 ml കണ്ടെയ്ൻസ് 250 mg എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മെഡിസിനുകൾ കൂടുതലും ഈ രീതിയിലാണ് വരണതെന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിസിൻസിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഏത് കോൺസെൻട്രേഷൻ ടേമിൻ്റെ? മാസ് ബൈ വോളിയം പെർസെൻറ്റേജിൻ്റെ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ടേമിൽ നിന്ന് ഇപ്പോൾ പറയുന്ന ആദ്യത്തെ 3 എണ്ണത്തിൽ നിന്നൊക്കെ നമ്മളോട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഏത് മേഖലയിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരണേന്നുള്ളത്, ഏത് ഏരിയയിലാണ് ഇത് ഉപയോഗിക്കണേന്നുള്ളത്. ഇപ്പോൾ ഈ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ് മെഡിസിൻസ് ആൻഡ് ഫാർമസീസ്. അവിടെയാണ് ഈ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത കോൺസെൻട്രേഷൻ ടേം പാർട്സ് പെർ മില്യൺ. എന്താണ് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ ppm? ടോട്ടൽ പാർട്ട് ഓഫ് ദ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഓഫ് ദ സൊല്യൂഷൻ, അതായത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് അയോൺസും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് അയോൺസും ഇൻറ്റു 10⁻⁶. ഇതിനെയാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. ഈ പാർട്സ് പെർ മില്യൺ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പൊല്യൂഷൻ, നമ്മൾ പല വാട്ടർ ബോഡീസിൻ്റെയൊക്കെ പൊല്യൂഷൻ പറയുമ്പോഴാണ് ഈ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത്. വളരെ മൈന്യൂട്ട് എമൗണ്ട് സൊല്യൂട്ട് വരുമ്പോഴാണ് ഈ പാർട്സ് പെർ മില്യൺ എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ്. കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദിസ് യൂണിറ്റ്. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷനിൽ നിങ്ങൾ കഴിഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല അയോൺസിൻ്റെയും വാട്ടറിലുള്ള ലെവൽ പാർട്സ് പെർ മില്യൺ ppm വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഇങ്ങനെ ഈ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്സ് പെർ മില്യൺ എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത കോൺസെൻട്രേഷൻ ടേം മോൾ ഫ്രാക്ഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്, പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. മോൾ ഫ്രാക്ഷൻ x ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻസ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ നമ്മൾ എക്സ് എന്നാണ് കാണിക്കുക, NA നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ XB, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ടീച്ചർ ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്, പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ഈ ഇക്വേഷനൊക്കെ ഫസ്റ്റ് ഇയർ വരണതാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ സെക്കൻഡ് ഇയറും ചോദിക്കും. നമ്മളിവിടെ പ്രോബ്ലംസ് ഒന്നും പറയണില്ല. മൊളാരിറ്റി, ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ എന്നാണ് നമ്മൾ പഠിക്കുക. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. മൊളാരിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ +1 ചെയ്തിട്ടുള്ളതാണ്. അതേ പ്രോബ്ലംസ് തന്നെ നിങ്ങളിവിടേക്ക് ആവശ്യമുള്ളവർക്ക് അത് പകർത്തി എഴുതാം. മോൾ ഫ്രാക്ഷനും മൊളാലിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അവസാനത്തെ കോൺസെൻട്രേഷൻ ടേമാണ് മൊളാലിറ്റി. സ്മോൾ ലെറ്റർ M. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ടീച്ചറിനെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി കോപ്പി ഫ്രം +1 നോട്ട്. +1 നോട്ടിൽ നിന്ന് നിങ്ങളത് കോപ്പി ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. കാരണം 1-2 പ്രാവശ്യം +2 ഈ മൊളാരിറ്റി എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് +2 വീണ്ടും എടുക്കില്ല, കാരണം നമ്മൾ +1 അത് വിശദമായിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് 7 കോൺസെൻട്രേഷൻ ടേംസ് ആണ് വരണത്. ഇതിൽ മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ പ്രോബ്ലംസ് വരണതാണ്. അത് നിങ്ങൾ +1 തന്നെ പഠിക്കണം. ബാക്കിയുള്ളതിനൊക്കെ 1 വേർഡ് പോലെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതായത് ഇപ്പോൾ ഈ പാർട്സ് പെർ മില്യൺ ഏത് ഏരിയയിലാണ് അപ്ലിക്കേഷൻ വരണത്, അങ്ങനെയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മെഡിസിൻസിൽ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാവുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മളൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി പറയും. ഈ കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മൾ 7 കോൺസെൻട്രേഷൻ ടേംസ് പറഞ്ഞു. അതിലേതൊക്കെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? അതായത് വോള്യം വരുമ്പോൾ അതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വോള്യം വരുന്ന 3 കോൺസെൻട്രേഷൻ ടേംസ് ആണുള്ളത്. വോള്യം പെർസെൻറ്റേജ്, മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്, മൊളാരിറ്റി. ഇതിൽ 3ലുമാണ് വോള്യം വരുന്നത്. അപ്പോൾ ഇത് 3ഉം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേംസ് ആണ്. എന്നാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്
ഡിപ്പെൻഡ് ചെയ്യാത്ത കോൺസെൻട്രേഷൻ ടേംസ് ആണ് മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. ഇത് നാലും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിരിക്കണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. 4 കോൺസെൻട്രേഷൻ ടേംസ് തന്നിട്ട് ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം വോള്യം വരുമ്പോഴാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി വരിക. അപ്പോൾ വോള്യം പെർസെൻറ്റേജ്, മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്, മൊളാലിറ്റി ഇതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മളിത് പറയുക. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് സൊല്യൂഷൻസ്, എത്ര ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എന്താണ് ഡയലൂട്ടും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊന്നും നമ്മളോട് അങ്ങനെ എക്സാമിന് ചോദിക്കണതല്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണത്. ചിലപ്പോൾ 1 വേർഡ് പോലെ എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ചിലപ്പോൾ ഇൻ NaCl സൊല്യൂഷൻ വിച്ച് കമ്പോണൻറ്റ് ഈസ് ദ സൊല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അവർ വാട്ടർ, NaCl അങ്ങനെ ബ്രാക്കറ്റിൽ തരും. അപ്പോൾ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു 1 വേർഡുകളൊക്കെ ഈ ഭാഗത്തുനിന്ന് വരാം. പിന്നെ ടീച്ചർ പറഞ്ഞില്ലേ ആ കോൺസെൻട്രേഷൻ ടേംസിലെ അവസാനത്തെ 3 മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി അതിൻ്റെ പ്രോബ്ലംസും 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളിനി +2 പറയില്ല, അത് നിങ്ങൾ +1 നിന്ന് പകർത്തി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻസിലെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ.